തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും വിവിധ ധനവിഹിതങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF പ്രമേയം UDF ഭരണസമിതി തള്ളി. LDF അംഗങ്ങൾ പ്രതിഷേധിച്ച യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. റിവേഴ്സ് ബജറ്റിലൂടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതത്തിൽ 3,06,000 രൂപ കുറവ് വരുത്തിയതിനോടൊപ്പം 16ാം ധനകാര്യ കമ്മീഷൻ വിഹിതത്തിലും 84,25,000 രൂപ കുറവ് വന്നു. കൂടാതെ അവസാന ഗഡുവായി ലഭിക്കേണ്ട പട്ടികജാതി വികസന ഫണ്ടും ജനറൽ പർപ്പസ് ഫണ്ടിലെ തുകയും അനുവദിച്ചില്ല. അതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുള്ളതിനെ തുടർന്നാണ് LDF അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ UDF ഭരണസമിതി ഇത് തള്ളുകയാണ് ചെയ്തത്. വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതായതോടെ LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. രാജേഷ ശിവജിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അംഗങ്ങളായ KB സുധ, സന്തോഷ് കേരാച്ചൻ, ഷൈന മുഹമ്മദ്, TP സോമൻ, താരാബാബു എന്നിവരോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK മോഹനൻ, IN സുധീഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രമേയത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അയച്ചു. തളിക്കുളം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ട് തയ്യാറായത്. എന്നാൽ ആ പ്രമേയത്തെ എതിർക്കുകയാണ് ഇന്ന് UDF ഭരണസമിതി അംഗങ്ങൾ ചെയ്തത്. എന്നാൽ ഇതിനെ ശക്തമായ വിയോജനക്കുറിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. കാരണം ഈ രീതിയിൽ നമ്മൾക്ക് ഫണ്ട് നല്ല രീതിയിൽ തന്നെ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.